നമ്മളിന്നുള്ളത് ഫിൻലൻഡിലെ ഇമ്മിലൻകൊസ്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ സൗന്ദര്യമുള്ള ഒരു ചെറിയ സ്ഥലമാണ് ഇമ്മിലൻകൊസ്കി. ഇവിടെ പണ്ട് കാലത്ത് ഒരു പൊടിപ്പ് മില്ല്, ഒരു ഫ്ലോർ മില്ല് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു സ്ഥലമാണ്, പക്ഷേ വളരെ സൗന്ദര്യമുള്ളൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചെറിയ വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്, ഒരു കുഞ്ഞ് ഏരിയയേ ഉള്ളൂ. ഇവിടെ നമുക്ക് കുറച്ച് കോൺക്രീറ്റ് പാളികൾ കാണാൻ പറ്റും. കാര്യം വെച്ചാൽ മില്ലിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അവരുണ്ടാക്കിയെടുത്തതായിരിക്കും അത്. അതുപോലെ തന്നെ മെഷീനറികളുടെ അവശിഷ്ടങ്ങൾ, പഴയ സൈക്കിള്, ഇതിവിടെ അതുപോലെ ഒരു കോഫി ഷോപ്പും കൂടെയുണ്ട്. നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്ക് രാത്രി ഒരു 8:30 സമയമായത് കാരണം കോഫി ഷോപ്പ് കാര്യങ്ങളെല്ലാം അടച്ചുപോയി. പക്ഷേങ്കിൽ ഇപ്പോഴും നല്ല സൺലൈറ്റാണ് കേട്ടോ ഫിൻലാൻഡിൽ. ഓൾമോസ്റ്റ് ഒരു 11 മണി വരെ 12 മണി വരെയൊക്കെ ഇപ്പോൾ സൂര്യനുണ്ട്. വളരെ കുറച്ചൊരു ഏരിയ ഉള്ളെങ്കിൽ തന്നെയും വളരെ സൗന്ദര്യമുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇമ്മിലൻകൊസ്കി. വെച്ചാൽ ഈ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം വേണ്ട ഇവിടെ നിന്ന് ആ കാണുന്ന ചുമന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് വരെ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ പുറത്ത് തന്നെ ഈ മില്ലിൻ്റെ അവശിഷ്ടങ്ങൾ, കാര്യം വെച്ചാൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന മെഷീനറീസിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ കുറേ കോൺക്രീറ്റ് കുറ്റികൾ, ഇതെല്ലാം ഇവിടെയും അപ്പോൾ ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പം കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മില്ലിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ കൂടെ തന്നെയും വെള്ളം ഒഴുകി പോകുന്നത്. ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ മില്ല് നിൽക്കുന്നത്. ഈ വെള്ളം ഇങ്ങനെ പല കൈവഴികളായിട്ട് പോകുന്നത് തന്നെ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സൗന്ദര്യം കേട്ടോ. ഇതിനിടയിൽ മരങ്ങൾ, പാറകൾ എല്ലാം നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മില്ലിൻ്റെ അകത്തെ കാഴ്ചകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിൽ ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാണ് കേട്ടോ. ബേസ്മെൻറ്റ് ഒഴിച്ച് ബാക്കി മൊത്തം തടിയാണ്. ഇവിടെ നമുക്ക് പഴയ മെഷീനറീസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇതിൻ്റെ പൊടിക്കുന്നതിൻ്റെ യന്ത്രങ്ങൾ ഇരിപ്പുണ്ട്. അതിൻ്റെ കവചങ്ങൾ കാര്യങ്ങളൊക്കെ തടിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബേസ്മെൻറ്റ് ഫ്ലോറ് ഫുള്ള് തടിയാണ് കേട്ടോ. ഇതിന് അടിയിൽ കൂടെയും വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇത്രയും പഴയ പുരാതന കെട്ടിടങ്ങളൊക്കെ അവർ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിന് പുറകിലായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം തീരുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഒരു കൈവഴി പോലെ വന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നോർമൽ ഗതിയിലാവുന്നതാണ്. ഒരുപാട് വലിയ വെള്ളച്ചാട്ടമോ കാര്യങ്ങളോ ഒന്നുമല്ല എങ്കിലും പക്ഷേ കാഴ്ചയ്ക്ക് വളരെ വലിയൊരു വിരുന്നൊരുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇമ്മിലൻകൊസ്കി.